നമുക്കൊരു മത്തങ്ങ കറി വെക്കാമേ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് വേകാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മത്തങ്ങ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. മത്തങ്ങ കറിക്ക് ആവശ്യമായ അരപ്പ്. അതിനായി കുറച്ച് തേങ്ങ തിരുമ്മിയത്, ജീരകം, ചെറിയ ജീരകം, കുറച്ച് ചുമന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. മത്തങ്ങ വേവായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് അതിനുശേഷം അരപ്പിട്ട് കൊടുക്കാം. കറിയൊന്ന് താളിച്ച് കൊടുക്കണം. അതിന് ചീനച്ചട്ടി ചൂടാകുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോൾ ഒരു പിടി തേങ്ങ ഇട്ട് നല്ലതായിട്ട് വഴറ്റി ബ്രൗൺ കളറാകുമ്പം തീ ഓഫ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ കറിയിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുക. മത്തങ്ങ കറി റെഡി.